ഇന്ത്യ വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ജൈനമതത്തിന്റെ ചരിത്രത്തെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മുടെ ലോകത്തിൽ അത് ഉത്ഭവിച്ചത് എന്നും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രമണ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പുരാതന ഇന്ത്യൻ മതമാണ് ജൈനമതം. 24 തീർത്ഥങ്കരന്മാരുടെ പരമ്പരയിലൂടെയാണ് ജൈനമതം അവരുടെ ചരിത്രം കണ്ടെത്തുന്നത്. വർത്തമാനകാല ചക്രത്തിലൂടെ ആദ്യത്തേതായി ഋഷഭനാഥനെ ബഹുമാനിക്കുന്നു. അവസാനത്തെ 2 തീർത്ഥങ്കരന്മാരായ പാർശ്വനാഥൻ, മഹാവീരൻ എന്നിവരെ ചരിത്ര വ്യക്തികളായി വ്യാപകമായി അംഗീകരിക്കുന്നു. മഹാവീരനെ പണ്ഡിതന്മാർ ഒരു സ്ഥാപകനായല്ല, മറിച്ച് പാർശ്വനാഥൻ സ്ഥാപിച്ച മുൻകാല സമൂഹത്തിന്റെ പരിഷ്കർത്താവായാണ് കാണുന്നത്. മഹാവീരന്റെ നിർവ്വാണത്തിനു ശേഷം ജൈനമതം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. ജൈന പാരമ്പര്യം 24 തീർത്ഥങ്കരന്മാരുടെ ഒരു പരമ്പരയാണ് സൂചിപ്പിക്കുന്നത്. അവർ മനുഷ്യരാശിയെ പ്രപഞ്ച ചക്രങ്ങളിലൂടെ നയിക്കുന്നു. 12ാം നൂറ്റാണ്ട് മുതൽ ലിംഗായതിസം പോലുള്ള മത്സരാത്മക ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയും മുഗൾ സാമ്രാജ്യകാലത്തെ പീഡനങ്ങളും ജൈനമതത്തിന് വെല്ലുവിളികൾ നേരിട്ടു. ഇത് ചില ക്ഷേത്രങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചു. കച്ചവട വിഭാഗങ്ങളായി പൊരുത്തപ്പെടുന്നതിലൂടെയും ശ്വേതാംബര സന്യാസിയായ ഹിരവിജയിയുടെ ഉപദേശപ്രകാരം പര്യൂഷണ കാലത്ത് മൃഗഹത്യ താൽക്കാലികമായി നിരോധിച്ച ചക്രവർത്തി അക്ബർ പോലുള്ള ഭരണാധികാരികളെ സ്വാധീനിക്കുന്നതിലൂടെയും ജൈന സമൂഹം പ്രതിരോധശേഷി കാണിച്ചു. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് ജൈന ആചാരങ്ങൾ ഉത്ഭവിച്ചതെന്ന് ചില പണ്ഡിതന്മാർ അനുമാനിക്കുന്നു. 20ാം തീർത്ഥങ്കരനായ മുനിശ്രവതനെ പരമ്പരാഗതമായി രാമന്റെ സമകാലികനായി കണക്കാക്കുന്നു. 22ാം തീർത്ഥാങ്കരനായ നേമിനാഥൻ പരമ്പരാഗതമായി കൃഷ്ണന്റെ ബന്ധുവായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കൃഷ്ണനെ അഹിംസയുടെ തത്വം പഠിപ്പിച്ചു. ജൈന വേദ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ഇടപെടലിനെ ഇത് സൂചിപ്പിക്കുന്നു. ചരിത്ര പുരുഷനായി പണ്ഡിതർ വ്യാപകമായി അംഗീകരിച്ചിട്ടുള്ള ആദ്യകാല ജൈന നേതാവാണ് പാർശ്വനാഥൻ. വാരണാസിയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ചരിത്രഭാരത ബുദ്ധമതത്തിന് മുമ്പുള്ള ഒരു പാരമ്പര്യമായി ജൈനമതത്തെ സ്ഥാപിക്കുന്നു. അഹിംസ, സത്വം, മോഷ്ടിക്കാതിരിക്കൽ, കൈവശപ്പെടുത്താതിരിക്കൽ എന്നിങ്ങനെയാണ് ജൈനമതം ജനങ്ങളോട് ജീവിക്കാൻ ആവശ്യപ്പെടുന്നത്. ജൈനമത സ്മാരകങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പഴക്കമുള്ളത് ലൊഹാനിപൂർ ടോർസോ ആണ്. മധുരയിലെ കങ്കാളി നിലയിൽ നിന്നാണ് ആദ്യകാല ജൈനമതത്തിന്റെ ഏറ്റവും വിപുലമായ പുരാവസ്തു തെളിവ് ലഭിക്കുന്നത്. ആധുനിക ജൈനമതത്തിൽ നിന്ന് വ്യത്യസ്തമായി മധുരയിലെ ആദ്യകാല ഭക്തർ സ്തൂപകൾ നിർമ്മിക്കുകയും അയകപദങ്ങളെ ആരാധിക്കുകയും ചെയ്തു. മിക്ക ജൈനരും പൂർണ്ണ നഗ്നനായി ജീവിക്കണം എന്നതാണ് ഇവരുടെ ശൈലി. രൂപീകരണ കാലഘട്ടത്തിനു ശേഷം ജൈനമതം ഭൗതിക വികാസത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ ഏകീകരണത്തിന്റെയും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്കുള്ള മാറ്റം ഇന്ന് കർണാടകയിലെ ജൈന ക്ഷേത്രങ്ങളിലെ പ്രത്യേക ആചാരങ്ങളിൽ ഒരു പാരമ്പര്യം ദൃശ്യമായി. ഗുപ്ത സാമ്രാജ്യകാലത്ത് ജൈനമതത്തിന് ഗണ്യമായ സംരക്ഷണം ലഭിച്ചു. 8ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടം ജൈന സ്ഥാപന ശക്തിയുടെ പരമോന്നത കാലഘട്ടമായി അടയാളപ്പെടുത്തി. വെറുമൊരു അലഞ്ഞുതിരിയുന്ന സന്യാസി സമൂഹമായി മാറാതെ ജൈനമതം രാജകീയ മന്ത്രിമാരുടെയും ഭീമാകാരമായ സ്മാരകങ്ങളുടെയും സങ്കീർണമായ ആചാരങ്ങളുടെയും ഒരു മതമായി മാറി. പുരാതന മധ്യകാല ഇന്ത്യയിൽ ജൈനമതം ബുദ്ധമതത്തോടും ഹിന്ദുമതത്തോടും സഹവർത്തിച്ചു നിലനിന്നിരുന്നു. 1ാം സഹസ്രാബ്ദത്തിൽ ബുദ്ധ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമീപമാണ് അതിലെ ചരിത്രപരമായ പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചത്. ജൈന ഹിന്ദു സമൂഹങ്ങൾ പലപ്പോഴും വളരെ അടുത്തും പരസ്പരം സ്വീകാര്യതയോട് പെരുമാറിയിട്ടുണ്ട്. ചില ഹിന്ദു ക്ഷേത്രങ്ങൾ ഒരു ജൈന തീർത്ഥങ്കരനെ അതിന്റെ പരിസരത്ത് ബഹുമാനാർത്ഥം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.